ഈ ഒരു സീൻ നമുക്ക് ആണുങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റൂലേ. നമ്മളൊന്ന് ട്രിം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് നമ്മൾ എവിടെ വെച്ചാണോ ട്രിം ചെയ്ത് ആ ഒരു സ്ഥലം ക്ലീൻ ചെയ്യാനാണ്. പ്രത്യേകിച്ച് എൻ്റെ പോലുള്ള മുള്ളുമുടി താടിയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ആ ഒരു സിങ്കും അതേപോലെ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ടീഷർട്ട് എല്ലാം തന്നെ ഫുള്ള് ചെറിയ മുടി കൊണ്ട് നിറയും. പലപ്പോഴും ഞാൻ ഈ ട്രിമ്മിങ് മടിക്കുന്നത് തന്നെ ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. പക്ഷേ അതിനൊക്കെ തന്നെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ ബോംബെ ഷേവിംഗ് കമ്പനിയുടെ എയർ വാക്കം ട്രിമ്മർ വരുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 3000 രൂപയ്ക്കുള്ളിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എയർ വാക്കം ട്രിമ്മർ നമ്മൾ വാങ്ങിച്ച വർത്ത് ബൈങ് ആകും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അൺബോക്സിംഗ് വീഡിയോസിനും ടെക് അപ്ഡേറ്റ്സിനും ഓഫർ വീഡിയോസിനും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് അൺബോക്സിംഗിൽ കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. എന്തായാലും പാക്കേജിങ് നല്ല പ്രീമിയം ഫീലാണ് കാണാനായിട്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അടുത്തൊരു ഹാർഡ് കേസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഹാർഡ് കേസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ട്രിമ്മർ ഉപയോഗിച്ചതിന് ശേഷം എവിടെ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇതിനകത്ത് അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അവിടെയും ആ ഒരു ഹാർഡ് കേസിന്റെ മുകളിലും ബോംബെ ഷേവിംഗ് കമ്പനിയുടെ ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഹാർഡ് കേസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ നമ്മുടെ ട്രിമ്മർ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ മറു സൈഡിൽ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ട്രിമ്മർ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ബ്രഷ്, അതേപോലെ തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ട്, കൂടാതെ ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു കേബിൾ ഉണ്ട്, കൂടാതെ 3 ഡിഫറെൻറ്റ് സൈസസിലുള്ള കോംസ് അവൈലബിൾ ആണ്. പിന്നെ 2 യൂസർ മാനുവൽസും ഉണ്ട്. ഒന്നിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു നമ്പർ എടുത്തിട്ട് ആ നമ്പറിൽ നമ്മൾ വിളിക്കുവാണെങ്കിൽ, മിസ് കോൾ അടിക്കുവാണെങ്കിൽ 2 വർഷം നമുക്ക് വാറണ്ടി കിട്ടുന്നതാണ്. എനിക്ക് തോന്നുന്നു നോർമലി 1 വർഷമായിരിക്കാം വാറണ്ടി കേട്ടോ. എന്തായാലും നമ്മുടെ ട്രിമ്മറിലേക്ക് വരുവാണെങ്കിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ലൈറ്റ് വെയിറ്റ് ഫീലാണ് അനുഭവപ്പെടുന്നത്. കൂടാതെ ആ ഒരു ഗ്രിപ്പ് ആണെങ്കിൽ പോലും നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ബട്ടൺ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബോംബെ ഷേവിംഗ് കമ്പനിയുടെ ബ്രാൻഡിങ് ഇവിടെയും ആ ഒരു ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ഓവറോൾ ഉറപ്പായിട്ടും ആ ഒരു പ്രീമിയം ഫീൽ തന്നെയാണ് ഈ ട്രിമ്മർ കയ്യിൽ പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് അനുഭവിക്കുന്നത്. പിന്നെ ഇതൊന്നും അല്ല ആക്ച്വലി ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ട്രിം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ചെറിയ മുടി നമ്മുടെ സിങ്കിലും അതേപോലെ തന്നെ ഡ്രസ്സിലും ഒക്കെ ആവും. അതുകൊണ്ട് തന്നെ ട്രിമ്മിങ് കഴിഞ്ഞാലുള്ള അടുത്ത ജോലി എന്ന് പറയുന്നത് അതൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഉണ്ട്. അതാണ് നമ്മുടെ ബിൽറ്റ് ഇൻ വാക്വം സിസ്റ്റം. അതായത് നമ്മൾ ട്രിം ചെയ്യുന്ന സമയത്ത് ആ കട്ട് ചെയ്ത ഹെയർസിന്റെ വലിയൊരു ഭാഗവും ഈ ഒരു ട്രിമ്മറിന്റെ ഉള്ളിലേക്ക് സക്ക് ചെയ്ത് കളക്ഷൻ ചേമ്പറിൽ കളക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ ആ ഒരു കളക്ഷൻ ചേമ്പർ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഹെയർസ് എല്ലാം തന്നെ ഇതിന്റെ അകത്തേക്ക് പോകുന്നത് കേട്ടോ. ഹോണസ്റ്റ്ലി ഇതൊരു ചെറിയ ഫീച്ചർ ആയിട്ട് തോന്നുമെങ്കിലും റെഗുലർ ആയിട്ട് ട്രിം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ട്രിം ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യാനായിട്ടുള്ള സമയമുണ്ടല്ലോ, അത് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലേഡ്സ് സെറാമിക് ബ്ലേഡ്സ് ആണ്. മറ്റുള്ള സ്റ്റാൻഡേർഡ് മെറ്റൽ ബ്ലേഡ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ഹീറ്റ് ആവത്തില്ല. കൂടാതെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രിമ്മിങ് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്നതാണ്. ഞാൻ ഉപയോഗിച്ച് നോക്കിയ സമയത്തും ആ ഒരു ട്രിമ്മിങ് ഫീൽ വളരെ സ്മൂത്ത് ആയിരുന്നു. പിന്നെ നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നല്ലൊരു ഡീലായിരിക്കും. ഇനി ഇതിന്റെ മോട്ടോർ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്തൊരു അൾട്രാ ക്വയറ്റ് മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില ട്രിമ്മറൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഭയങ്കര വലിയ സൗണ്ട് ആയിരിക്കും. കമ്പാരിറ്റീവ്ലി മറ്റുള്ള ട്രിമ്മർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ട്രിമ്മറിലേക്ക് വരുമ്പോൾ നോയ്സ് വളരെ കുറവാണ്. സോ അതുകൊണ്ടും നമുക്ക് ഗ്രൂമിംഗ് സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ഇതിന്ന് കിട്ടുന്നതാണ്. ഇനി ഇതിന്റെ ബാറ്ററി സൈഡിലേക്ക് വരുവാണെങ്കിൽ 600 mAh ബാറ്ററി കപ്പാസിറ്റിന്ന് അപ് ടു 50 മിനിറ്റ്സ് ആണ് ആ ഒരു ടോട്ടൽ റൺ ടൈം കമ്പനി അവകാശപ്പെടുന്നത്. നമ്മൾ നോർമലി ട്രിം ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ആ ഒരു ട്രിമ്മിംഗ് സമയം. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 1 അല്ല 2 അല്ല 3 അല്ല മൾട്ടിപ്പിൾ ടൈംസ് ഒറ്റ ചാർജിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാം. ഇനി അതല്ല ബാറ്ററി ലോ ആണെങ്കിൽ ഇതിനകത്ത് ടൈപ്പ് സി ഫ്ലാഷ് ചാർജിങ് അവൈലബിൾ ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ടൈപ്പ് സി ഡിവൈസ് കൊണ്ട് ഇതങ്ങോട്ട് ചാർജ് ചെയ്യാനും സാധിക്കും. ഇതിന് വേണ്ടി ഒരു കേബിൾ നമ്മൾ എക്സ്ട്രാ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിനകത്തുള്ള മറ്റൊരു യൂസ്ഫുൾ ഫീച്ചറാണ് IPX7 വാട്ടർ പ്രൂഫ് റേറ്റിംഗ്. അതായത് വെറ്റ് ഗ്രൂമിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് വേണമെങ്കിലും ഇത് ഉപയോഗിച്ചോളൂ, ഒരു പ്രശ്നവും വരത്തില്ല. കൂടാതെ സിംപ്ലി റണ്ണിംഗ് വാട്ടറിൽ നമുക്ക് റിൻസ് ചെയ്ത് അങ്ങോട്ട് ക്ലീൻ ചെയ്യുന്നതിലും ഒരു പ്രശ്നമില്ല. എന്തായാലും ഇതൊക്കെ നമ്മുടെ ഡെയിലി ഗ്രൂമിംഗ് റുട്ടീനെ കുറച്ചുകൂടി കൺവീനിയന്റ് ആക്കുന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല കേട്ടോ. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മാർക്കറ്റിൽ ആവശ്യം പോലെ ട്രിമ്മേഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അതൊക്കെ തന്നെ നല്ല പെർഫോമൻസും കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ബോംബെ ഷേവിംഗ് കമ്പനിയുടെ എയർ വാക്വം ട്രിമ്മർ ഡിഫറെന്റ് ആവുന്നത്? അതിനുള്ള ആൻസർ എന്തായാലും വളരെ സിമ്പിൾ ആണ്. എല്ലാ ട്രിമ്മറുകളും നല്ല അടിപൊളിയായിട്ട് ട്രിം ചെയ്യും. എന്നാൽ ആ ട്രിം ചെയ്യുന്ന സമയത്തുള്ള ചെറിയ മുടികൾ നമ്മുടെ സിങ്കിലും നമ്മുടെ ഡ്രസ്സിലും ഒക്കെ ആവും. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ട്രിം ചെയ്യുന്നതോടൊപ്പം ആ ഹെയർസ് എല്ലാം തന്നെ ഇത് സ്വന്തമായിട്ട് കളക്ട് ചെയ്യും എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ USP എന്ന് പറയുന്നത്. അതായത് ട്രിമ്മിങ് കഴിഞ്ഞാൽ നമ്മുടെ സിങ്കിൽ ഹെയർസ് കുറവായിരിക്കും. സോ ക്ലീനിങ്ങിനുള്ള സമയം നമുക്ക് വളരെ കുറവായിരിക്കും. ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ ഗ്രൂമിംഗ് റുട്ടീനിലെ ഇതുപോലുള്ള ചെറിയ കൺവീനിയൻസ് ആക്ച്വലി നമ്മുടെ എവറിഡേ ലൈഫിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കുന്നുള്ളതിൽ വേറൊരു സംശയമില്ല.
പേഴ്സണലി ഞാനിത് ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു ട്രിമ്മിങ് പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിരുന്നു. കൂടാതെ നല്ലൊരു കംഫർട്ട് ഈ ഒരു സെറാമിക് ബ്ലേഡ്സ് തന്നു. അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് മുകളും താഴെ ഒന്ന് ഷേപ്പ് ചെയ്ത് തുടങ്ങിയത്. ദേ ഇതുപോലെ ഫുള്ള് എൻ്റെ താടിയും മീശയും അങ്ങ് എടുത്ത് കളയാനായിട്ടുള്ളൊരു റീസൺ. നല്ല രസമായിരുന്നു ഇത് ട്രിം ചെയ്തപ്പോഴത്തേക്ക്. അപ്പോൾ പിന്നെ ഫുൾ അങ്ങ് എടുത്ത് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ 2 വർഷത്തിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് ട്രിം ചെയ്യുന്നതും. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടും ഇത് നല്ലൊരു ഡീല് തന്നെയാണ്. പിന്നെ 50 മിനിറ്റ്സ് ആവശ്യത്തിലധികം നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. കൂടാതെ IPX7 റേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുളിക്കുന്ന സമയത്ത് വേണമെങ്കിലും, ഇനി അതല്ല ക്ലീൻ ചെയ്യാൻ പോലും നമുക്ക് റണ്ണിങ് വാട്ടർ ഉപയോഗിക്കാം. പിന്നെ മോട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് സൈലന്റുമാണ്. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ, എന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത ഫീച്ചർ അത് നമ്മുടെ വാക്വം കളക്ഷൻ തന്നെയാണ്. ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ട്രിം കഴിഞ്ഞാൽ പിന്നെ സിങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയ്ക്കും കുറച്ച് ഹെയർസ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഫീലാണ്. അതായത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ സമയം വളരെ കുറച്ച് മതി നമുക്ക് ഈ ഹെയർസ് ഒക്കെ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട്. സോ റെഗുലർ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഫീച്ചർ നിങ്ങൾക്ക് റിയലി യൂസ്ഫുൾ ആകുന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓവറോൾ ഈ ഒരു ബോംബെ ഷേവിംഗ് കമ്പനിയുടെ നമ്മുടെ എയർ വാക്വം ട്രിമ്മർ. നിങ്ങൾ റെഗുലർ ആയിട്ട് ട്രിം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂമിംഗ് എക്സ്പീരിയൻസ് നൽകുന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല കേട്ടോ. വീണ്ടും പറയാനുള്ളത് നമ്മുടെ ആ ഒരു ബിൽറ്റ് ഇൻ വാക്വം സെക്ഷൻ സിസ്റ്റം അടിപൊളി തന്നെയാണ്. എന്തായാലും ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും നിങ്ങൾക്ക് ഇത് മേടിക്കാനായിട്ടും അത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.